ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. നമ്മൾ കഴിഞ്ഞ ദിവസം ന്യൂ ഇയർ ആയിട്ട് ഇങ്ങനെ എങ്ങും പോയില്ലായിരുന്നേ. 31st എവിടെയും പോകാണ്ട് വീട്ടിലിങ്ങനെ അടഞ്ഞുകൂടിയിരുന്നപ്പം നമ്മൾ വിചാരിച്ചു എന്നാൽ ഈവനിങ് നമുക്ക് എവിടെയെങ്കിലും ഫുഡ് കഴിക്കാൻ പോകാം എന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് പോയ ഒരു രസം ഉണ്ടാവില്ല. അങ്ങനെ നമ്മുടെ ഫ്രണ്ടിനെ കൂടി വിളിച്ചു. അപ്പോൾ അവൾക്ക് ഈവനിങ് ഡ്യൂട്ടിയാന്ന് പറഞ്ഞുകൊണ്ട് അവൾ വരാനായിട്ട് ഒരു 10:30 അപ്പോൾ നമ്മൾ വിചാരിച്ചു ഒരു 10 മണിയാകുമ്പം പയ്യ അവളുടെ വീട്ടിൽ ചെന്ന് അവളെയും ഫാമിലീനെയും കളക്ട് ചെയ്ത് പുറത്ത് എവിടെയെങ്കിലും പോയി ഫുഡ് കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു 10 മണിയായപ്പോൾ ഇവനെയും കൂട്ടി നമ്മൾ പുറത്തിറങ്ങി. അങ്ങനെ ഇറങ്ങിയതിൻ്റെ സന്തോഷമാണ് കാണുന്നത്. വീട്ടിലടച്ചു കൂട്ടിയിരുന്നിട്ട് ശുദ്ധമായി ശ്വസിക്കാൻ കിട്ടിയത് പുള്ളി ആഘോഷിക്കുന്നതാണത്. അങ്ങനെ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവരുടെ ആ ഒരു ഫ്ലോറിലുള്ള ഫ്ലാറ്റുകാരെല്ലാവരും കൂടിയിട്ട് അവരും അവരുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും എല്ലാം കൂടിയിട്ട് അവിടെ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യും. അപ്പോൾ നമ്മളെ കണ്ടപ്പോൾ അവർ പറഞ്ഞു ഓക്കെ അവരുടെ കൂടെ എന്തായാലും ഇനി പുറത്തൊന്നും പോയി കഴിക്കണ്ടല്ലോ, എല്ലാവരും കൂടി ഒരുമിച്ച് ആഘോഷിക്കാം എന്നൊക്കെ പറഞ്ഞപ്പം നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഓക്കെ എന്ന് വിചാരിച്ചു. അതിന് മെയിൻ റീസൺ ഇവനാണ്. ഇവനങ്ങനെ ആൾക്കാരെയൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊന്നുമായിട്ട് മിങ്കിൾ ചെയ്യത്തില്ല. ഭയങ്കര സൈലൻ്റായിട്ട് എവിടെയെങ്കിലുമൊക്കെ ഭയങ്കര കരച്ചിലും അങ്ങനെയൊക്കെ ഉള്ളൊരു ടൈപ്പാണ് അവൻ. പക്ഷേ അന്ന് അങ്ങനെ ഒരുപാട് പിള്ളേരൊക്കെ അവിടെ കണ്ടപ്പം അവനൊരു തരം കൗതുകമായിരുന്നു. എല്ലാവരെയും ഇങ്ങനെ ഭയങ്കര ആശ്ചര്യത്തോടെയൊക്കെ നോക്കണ്ടായിരുന്നു. പക്ഷേ പിള്ളേരായിട്ട് അവൻ ഓക്കെ ആയതുകൊണ്ട് നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ അവനൊരു നല്ല എക്സ്പീരിയൻസ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങനെ അതും കൂടി ഒരു റീസണായിരുന്നു അവിടെ കൂടാനായിട്ട്. അങ്ങനെ അവൻ താഴെ ഇരുന്ന് ഒറ്റയ്ക്കിരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നു. ഇതൊക്കെ അവൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഫുഡിൻ്റെ വീഡിയോ ഫുഡൊന്ന് കാണിച്ചു തരാമെന്ന്. പക്ഷേ നമ്മൾ ഫുഡ് എടുക്കാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്കും ഓൾറെഡി പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടി ഫുഡൊക്കെ ഓപ്പൺ ചെയ്തതുകൊണ്ട് അതാകെ ഇങ്ങനെ ഇതായിട്ട് കിടക്കുമായിരുന്നു, മെസ്സായിട്ട്. ആക്ച്വലി ഒരു അറബിക് മന്തിയും ഫ്രൈഡ് ചിക്കനും അൽഫാം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു ഫുഡായിട്ടുണ്ടായിരുന്നത്, ഹമ്മൂസ് അങ്ങനത്തെ ഐറ്റംസൊക്കെ. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഒരു 12 മണിയൊക്കെ ആയപ്പോഴത്തേക്കും എല്ലാവരും കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊറിഡോറൊക്കെ ക്ലീൻ ചെയ്ത് ടേബിളൊക്കെ സെറ്റ് ചെയ്ത് ഹാപ്പി ന്യൂ ഇയർ 2024 കേക്കൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിള്ളേരൊക്കെ ഭയങ്കര അവർക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണല്ലോ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം. അങ്ങനെ ഒരു 12 മണി ആവാറൊക്കെ ആയപ്പോഴത്തേക്കും പിള്ളേരൊക്കെ കൂടി കേക്കിന് വട്ടം കൂടി നിൽക്കുന്നതാണ് കാണുന്നത്. അവിടെ ഇരിക്കുന്നത് വൈനാണ് കേട്ടോ, റെഡ് വൈനാണേ. അത് അവർ വീട്ടിൽ തന്നെ ഇട്ട് റെഡ് വൈനാണ്. നല്ല കളറൊക്കെ ഉണ്ടായിരുന്നു കാണാനായിട്ട്. അങ്ങനെ പിള്ളേരെല്ലാവരും കൂടി ഇങ്ങനെ കൗണ്ട് ഡൗൺ വെയിറ്റ് ചെയ്തിരുന്ന് ആ 10 സെക്കൻഡ്സിൻ്റെ കൗണ്ട് ഡൗൺ ഒക്കെ കഴിഞ്ഞ് അവർ കേക്കൊക്കെ മുറിച്ചിട്ടോ. നമ്മളെല്ലാവരും കൂടി കേക്കൊക്കെ മുറിച്ചു. അങ്ങനെ കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ടില്ല, കേക്ക് കട്ട് ചെയ്യാൻ പോണേ ഉള്ളൂ. പക്ഷേ ഈ പിള്ളേരുടെ കൂടെ ഇങ്ങനെ ഉള്ള അവസരങ്ങളിലൊക്കെ നിൽക്കാൻ ഭയങ്കര രസമാണ്. അവർക്ക് എങ്ങും ഇല്ലാത്ത കുറേ സംശയങ്ങളും അവരുടേതായ കുറേ അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടാവും അവർക്ക് പറയാനായിട്ട്. എനിവേദേ 12 മണിയായി, കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. അവിടെ കൗണ്ട് ഡൗൺ എണ്ണി തുടങ്ങി. കേക്ക് കട്ട് ചെയ്തു. പിന്നെ എല്ലാവരും കേക്കൊക്കെ കഴിച്ചു. നല്ല കേക്കായിരുന്നു, ഒരു പാഷൻ ഫ്രൂട്ട് ഫ്ലേവർ കേക്കൊക്കെ ആയിരുന്നു. അങ്ങനെ എല്ലാവരും കേക്ക് കഴിച്ച് കഴിഞ്ഞ് ഒരു 12:30 ആയി. കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്ക് പയ്യെ പുറത്തൊക്കെ പോയി ഒന്ന് നടന്നിട്ട് വരാം. ഹോട്ടൽസ് ഏതെങ്കിലും ഓപ്പൺ ആണെങ്കിൽ നമുക്ക് പോയി ഒരു ചായയൊക്കെ കുടിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ആ വഴി വീട്ടിൽ പോകാം എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ പയ്യെ പുറത്തിറങ്ങി. നമ്മൾ മാത്രമല്ല കേട്ടോ, നമ്മുടെ ഫ്രണ്ടും ഫാമിലിയും അവരും ഉണ്ടായിരുന്നു. നമ്മളും കൂടി പയ്യെ പുറത്തിറങ്ങി. പക്ഷേ അത്രയും ലേറ്റ് ആയത് കാരണം ഷോപ്സൊക്കെ ഓപ്പൺ ആയിരിക്കുമെന്ന് നമുക്കൊരു ഡൗട്ടായിരുന്നു. നമ്മുടെ സംശയം പോലെ തന്നെ കടയൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല. ഒരു 1 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കടയൊക്കെ അടച്ചു പോയായിരുന്നു. പിന്നെ നടക്കുന്ന ആ സാറുണ്ടല്ലോ, ആ സാറിന് കുറച്ച് നേരം പുറത്തിറങ്ങിയതിൻ്റെ ഒരു സന്തോഷത്തിലായിരുന്നു. കാരണം വണ്ടിയൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട്, അത്രയും ലേറ്റ് ആയത് കാരണം കൊണ്ട് വണ്ടികളൊക്കെ കുറവായിരുന്നു റോഡിൽ. അത് കാരണം കൊണ്ട് അവന് ഇഷ്ടം പോലെ സ്വാതന്ത്ര്യത്തോടു കൂടി കുറേ നേരം റോട്ടിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു മാത്രം പറഞ്ഞാൽ പോരാ, അവൻ ഓടി അവൻ്റെ എല്ലാ വിഷമങ്ങളും അവൻ തീർത്തു വീടിന് പുറത്തിറങ്ങാത്തതിൻ്റെ. പിന്നെ നമ്മൾ വയ്യതേ അപ്പോഴത്തേക്കും അവർ കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞപ്പം ഷോപ്സൊന്നും ഓപ്പൺ അല്ലാത്തതുകൊണ്ട് അവർ ബൈ പറഞ്ഞ് അവർ തിരിച്ച് വീട്ടിൽ പോയി. നമ്മളും പയ്യെ നടന്ന് നമ്മുടെ വീട്ടിലേക്കും പോന്നു. അങ്ങനെ നടക്കണ വഴിക്ക് എല്ലാവരും വണ്ടിയൊക്കെ കയറ്റിയിട്ട് എല്ലാവരും ഉറങ്ങാൻ പോയി. ഒരുപാട് ലേറ്റ് ആയില്ലായിരുന്നു, കാര്യം ന്യൂ ഇയർ ആണെങ്കിലും. പക്ഷേ ഇടയ്ക്കൊക്കെ ഓരോ വണ്ടി കാണാമായിരുന്നു കേട്ടോ. കാണുന്ന ഒരു ഇന്ത്യൻ സ്കൂളാണ് ഇവിടുത്തെ ഒരു അറിയപ്പെട്ട ഒരു ഇന്ത്യൻ സ്കൂളാണിത്. ഒരുപാട് ഇന്ത്യൻ പിള്ളേർ മാത്രമല്ല, പക്ഷേ മെയിനായിട്ടും അവിടെ ഇന്ത്യൻ പിള്ളേരാണ് ഉള്ളത്. അത് കഴിഞ്ഞ് പതിയെ നമ്മൾ നടന്നത് നമ്മുടെ ഫ്ലാറ്റിലെത്തി.
ഇവനെ നമ്മുടെ ഫ്ലാറ്റ് കണ്ട കറക്റ്റായിട്ട് അറിയാവേ അത് നമ്മുടെ ഫ്ലാറ്റാണെന്ന്. അത് കാരണം കൊണ്ട് ഫ്ലാറ്റിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ നടക്കത്തില്ല, പിന്നെ അവനവിടെ നിൽക്കും. നമ്മൾ പിടിച്ച് വലിച്ചെറിഞ്ഞ് അവൻ ആ നിലത്തങ്ങിയിരിക്കും. അത് കാരണം ഫ്ലാറ്റ് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവനെ പയ്യങ്ങ് എടുക്കും. അത് കഴിഞ്ഞ് പിന്നെ നേരെ നമ്മുടെ റൂമിൽ ചെന്നാലാണ് അവനെ നിർത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവൻ തിരിച്ചിറങ്ങി ഓടും ഡോറിലേക്ക്. അങ്ങനെ നമ്മൾ ഫ്ലാറ്റിലെത്തി, ലിഫ്റ്റ് വന്നു, നമ്മൾ ലിഫ്റ്റിൽ കയറി. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ പരിപാടി. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഈ ഒരു വർഷം എല്ലാവർക്കും നന്മയുടേതായിരിക്കട്ടെ എന്ന് ഞാൻ